ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ, സ്ക്വയർ ആൻഡ് an equilateral triangle are equal. Which one of the following statement is true? So the circle has largest area, square has largest area, equilateral triangle has largest area, all the three shape have same area. So ഇതിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് പെരിമീറ്റർ സെയിം ആണ് തന്നിട്ടുണ്ട്. സോ പെരിമീറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ആദ്യം എല്ലാത്തിൻ്റെ പെരിമീറ്റർ നോക്കാം. സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ആണ്. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4s എന്ന് എഴുതാം. ഇനി ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3a ആയിരിക്കും. സോ ഇത്രയും എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്നിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. 2πr = 4s = 3a. സോ ഇത് നമുക്ക് ക്വസ്റ്റ്യന് കിട്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? എൻ്റെ ടേമിൽ എഴുതാൻ വിചാരിക്കാം. ഇപ്പം എൻ്റെ ടേമിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സർക്കിൾ ആറിന് നമുക്ക് r = 3/2π എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 0.477a എന്ന് കിട്ടി. ഇനി എസിൻ്റെ ടേമിലാണെങ്കിലോ 3/4a എന്ന് എഴുതാം. അതായത് 0.75a എന്ന് എഴുതി. സോ ഇത്രയും നമുക്ക് ക്വസ്റ്റ്യന് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏരിയ എന്താണെന്ന് നോക്കേണ്ടി. എന്താ ഏരിയ? ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4a² ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.433a² എന്ന് എഴുതാം. ഓക്കെ, കളർ മാറ്റാം. ഇനി സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്ന് വെച്ചാൽ s². അപ്പോൾ എസ് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.75a ആണെന്ന്. അതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.5625a² എന്ന് കിട്ടി. ഇനി അടുത്തത് വേറെ കളർ കൊണ്ട് എഴുതാം. സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? πr². അങ്ങനെയാണെങ്കിൽ 6 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. π × 0.477a² എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ എങ്ങനെ കിട്ടും? 0.714a². സോ ഇതിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. ഈ ഏരിയ അല്ലേ കൂടുതലുള്ളത്, പിന്നെ സ്ക്വയർ അല്ലേ, പിന്നെ അല്ലേ ട്രയാങ്കിൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ആൻസർ എഴുതാം. ഏരിയ ഓഫ് സർക്കിള് ഗ്രേറ്റർ ആയിരിക്കും. പിന്നെ ഏരിയ ഓഫ് സ്ക്വയർ ആയിരിക്കും. പിന്നെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വരുന്നത്. സോ ഇതിൽ ആൻസർ എന്തായിരിക്കും? അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ അല്ലേ ലാർജസ്റ്റ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.